ധീരയോധാവം സാംസൻ. വ്രതം തെറ്റാതെ മുതിമുറിക്കാതെ ധീരയോധാവം സാംസൻ. ഇത് എന്റെ കഥ. മനുഷ്യരക്തത്തിലെ ആദ്യ അമാനുഷ്യം, വിശ്വാസരക്തത്തിലെ സമാനതയില്ലാത്ത ഇതിഹാസം. ദൈവാത്മാവിന്റെ ശക്തിയാണ് ഇസ്രായേൽ ന്യായം പാലിച്ചത്. സാംസൺ ഇല്ല, സാംസൺ തോൽപ്പിക്കാനാവില്ല. നീ പറഞ്ഞ പ്രകാരം ഞങ്ങൾ സാംസൺ കണ്ടിട്ടുള്ളത് ഇപ്രാവശ്യം രക്ഷപ്പെട്ട ആദ്യം ഞങ്ങൾ നിങ്ങൾക്കല്ലോ അല്ല. ഇത് സത്യമാണ്. അവന്റെ വ്രതമായിരുന്നു അവന്റെ ശക്തി. കിളിമുടി കുറിച്ചപ്പോ അവന്റെ വ്രതം തെറ്റി. ഇപ്പോൾ നീ എത്ര അറിയാലും യഹോവയുടെ ശക്തിയുള്ള സംസാൻ വ്രതം കുറിച്ച് മുടിയാട്ടതില്ലേ ദൈവം വിട്ടുപോയി സാംസൺ. ദലീല, ഇതാ ഞങ്ങൾ പറഞ്ഞ വെള്ളി നാണയങ്ങൾ. അല്ല സാംസൺ, ഇതിന്റെ പ്രതികാരം. നീ കൊന്ന എന്റെ കുടുംബത്തിന്റെ ചോരക്കുള്ള പ്രതികാരം. എനിക്ക് വെള്ളി നാണയങ്ങൾ ആവശ്യമില്ല. വെള്ളി നാണയങ്ങൾ സാംസന്റെ ശവമടക്കാൻ ഉപയോഗിക്കാം. നിങ്ങൾക്കറിയാം ഈ കഥ, ദലീലയുടെ പ്രേമക്ഷോടെ വെച്ച പ്രതികാരത്തിന്റെ കഥ. ദൈവം തിരഞ്ഞെടുത്ത ഇസ്രായേലിൽ ന്യായാധിപനായിരുന്നു സാംസൺ. ഫിലിസ്തീനെ കൊന്നെടുക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് ആവസിച്ച സാംസൺ. ജനനം മുതൽ ദൈവത്തിന് ഉടമ്പടി ചെയ്ത നാസി വധക്കാരൻ സാംസൺ. ശക്തി കൊണ്ട് ആത്മാവിന്റെ ബലത്താൽ ആയിരങ്ങളെ കഴുതയുടെ താടിയലിനാൽ കൊന്നു കൂന് കൂട്ടിയവൻ സാംസൺ. ഞങ്ങൾ അവതരിപ്പിക്കട്ടെ. വിളകൾ നശിപ്പിച്ച വലയത്തിൽ നിന്റെ അപ്പനെ ചേച്ചിയെ ഫിലിസ്തീർ അഗ്നിക്കിരയാക്കി. നിന്റെ കുടുംബം നശിക്കാൻ കാരണം സാംസനാണ്. അവിടെ എന്റെ കുടുംബത്തിന്റെ അവന്റെ ശക്തിക്ക് മുന്നിൽ ഫിലിസ്തീർ മുഴുവൻ കൊല്ലപ്പെടും. എല്ലോട്ട് അവനൊരു കൂന കൂട്ടി വയ്ക്കോ, ഇല്ലെങ്കിൽ അവനെല്ലാവരെയും അല്ല, അവനെ കീഴടക്കണം. നീ അവനെ കീഴടക്കിയാൽ ഞങ്ങൾ നിനക്ക് 1000 വെള്ളി നാണയങ്ങൾ തരാം. സ്വർണമോ വെള്ളിയോ അല്ല, സാംസന്റെ പതനമാണ് ലക്ഷ്യം. യുവതികൾ സൗന്ദര്യ റാണി. എന്റെ ശക്തി നിന്റെ സൗന്ദര്യത്താൽ തളച്ചത്. ഇല്ല സാംസൺ, നിനക്കിനോട് വെറുപ്പാ. നിന്റെ സൗന്ദര്യം മാത്രമാണ് നീ ആഗ്രഹിക്കുന്നത്.
ദലീല, എന്താ നീ പരിഭവം പറയുന്നത്? നിന്റെ കണ്ണു കരയുമ്പോ ധീരനായ സാംസൺ പോലും തളരുന്നു. 3 തവണ ഞാൻ നിന്റെ അജയ ശക്തിയെപ്പറ്റി ചോദിച്ചു. അപ്പോഴെല്ലാം നീ എന്നെ കബളിപ്പിച്ചു. ദലീല, വീണ്ടും വീണ്ടുമുള്ള നിന്റെ നിർബന്ധം ഇതെനിക്ക് മരണകരമായ അകത്തിലാകും. നിന്റെ ഹൃദയം എന്റെ കൂടെ ഇല്ലെങ്കിൽ നിന്റെ സ്നേഹം കളവാണ് സാംസൺ. ദലീല, എന്റെ സ്നേഹം സത്യമാണ്. നീ ഇതിനെ സംശയിക്കില്ല. ഞാൻ പറയാം. എന്റെ ജനനം മുതൽ ഞാൻ ദൈവത്തിന് നാസിക വ്രതക്കാരനാണ്. ക്ഷൗരഗതി എന്റെ തലയെ സ്പർശിച്ചിട്ടില്ല. എന്റെ മുടിമുറിച്ച ഞാൻ മനുഷ്യനെ പോലെയാണ്. അവൻ സത്യം തുറന്നു പറഞ്ഞപ്പോൾ ദലീല ഫിലിസ്തീന നേതാക്കളെ വിളിച്ചു പറഞ്ഞു, ഇപ്രാവശ്യം കൂടി വരിക, അവൻ സകല രഹസ്യങ്ങളും എന്നോട് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഫിലിസ്തീന നേതാക്കൾ പണവുമായി അവളുടെ അടുത്തെത്തി. അവൾ അവനെ മടിയിൽ കിടത്തി ഉറക്കി. അവളുടെ പ്രേമത്തിന് എനിക്ക് മനസ്സിലായിട്ടു. എന്റെ ശക്തി നഷ്ടമാകുന്നത് യുവത്വത്തിന്റെ അഹങ്കാര ഫലമാണ്. ശിക്ഷ ദൈവത്തെ ഉപേക്ഷിച്ചു വരുന്നത് ശാപമാണ്. അതിനെക്കുറിച്ച് ശക്തി കൈവിട്ട സാധനം, കൈവിട്ട സാധനം. മുടിയറക്കപ്പെട്ട സാംസനെ ദൈവം വിട്ടുപോയി. അവൻ ഫിലിസ്തീനയുടെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ടു. അവർ അവനെ ഓട്ടുചകല കൊണ്ട് ബന്ധിച്ച് കാരാഗൃഹത്തിലാക്കി. മാവ് പൊടിക്കുന്ന ജോലിയിലും മറ്റിലും ഏർപ്പെടുത്തി അവനെ കൊണ്ട് അടിമവേല ചെയ്യിച്ചു. ശക്തനായ
ശക്തനായ സാംസനല്ലേ? എന്റെ ഉള്ളിലെ പ്രേമത്തെയാണ്. ഫിലിസ്തീനെ കൊല്ലുവാൻ വന്നതിനെ കീഴടക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ സ്നേഹം നടിച്ചത്. നീ ചതിക്കാൻ വേണ്ടി എനിക്ക് ഈ കളിയിൽ യഹോവ തന്റെ ശക്തി കാണും. തടവറയ്ക്കുള്ളിലാണ് സാംസൺ. നീ ഇപ്പോഴും ശക്തനോ? നിന്നെ ഞങ്ങൾ കേൾപ്പിച്ചത് ഫിലിസ്തീനവനെ ദാഗോനാണ്. രാഘവ എന്നത് പ്രതിമയാണ്. ദൈവയുടെ കുബുദ്ധി അതിനെ കൊടുക്കുകയും സാംസനെ ശക്തനാക്കാൻ യഹോവയ്ക്ക് കഴിയും. അഹങ്കാരി ഒട്ടകടനായിട്ട് സംസാരം. അല്ലേ പ്രഭുക്കന്മാരെ, ദൈവയുടെ സൗന്ദര്യം അതിനെ തടവിലാക്കി. അതും യഹോവയുടെ പ്രവൃത്തിയാണ്. യഹോവ മാത്രമാണ് ദൈവം. യഹോവ യഹോവ യഹോവ. ഞങ്ങളുടെ ദേവൻ ദാഗോനാണ് ശക്തൻ. നിന്നെ ഞങ്ങൾ കേൾപ്പിച്ചത് ആ ദേവനാണ്. ദൈവ, നിന്റെ ദേവൻ ശക്തിയാണെങ്കിൽ എന്നെ അവന്റെ മുമ്പിലേക്ക് കൊണ്ടുപോകും. ദാഗോൻ മാത്രം ദൈവം. ദാഗോൻ മാത്രം ദൈവം. ദാഗോൻ മാത്രം ദൈവം. മല്ലനായ സാംസണെ അന്ധനാക്കിയതാര്? ദാഗോൻ, ദാഗോൻ, ദാഗോൻ. ധീരനായ സാംസണെ ബന്ദിയാക്കിയതാര്? ദാഗോൻ, ദാഗോൻ, ദാഗോൻ. ഇതാ ശക്തനായ സാംസൺ അന്ധനായ ചങ്ങലകൾക്കുള്ളിൽ. എന്തേ നിനക്ക് ഇനിയും ശക്തി കാണിക്കണം സാംസൺ. സ്ത്രീയുടെ ചാപ്പലിന് മുമ്പിൽ യഹോവയുടെ വ്രതം ധരിച്ചതിന് കിട്ടിയ ശിക്ഷ മാത്രമാണ്. കൈക്കറ്റ സിംഹത്തിനെ വായിക്കുന്ന സാംസൺ ഇപ്പോൾ ശക്തി ആവുന്നില്ല. 100 പേർ ചേർന്ന് കുടിക്കുന്ന മാവ് ഇപ്പോൾ സാംസൺ ഒറ്റയ്ക്കല്ലേ ചെയ്യുന്നത്? കൊള്ളാം, കൊള്ളാം. യഹോവയുടെ ശക്തി ഫിലിസ്ത്യർക്ക് മാവ് കാണിക്കുന്നു. വ്രതം വരിച്ച സാംസൺ പാവം പരിഹാരമായിരുന്നു ഈ കാലാഗ്രഹം. യഹോവേ, എന്റെ കഷ്ടപ്പാടുകളുടെ മുമ്പിലാണ് പരിഹാരമായി സ്വീകരിക്കണം. യഹോവ മാത്രമാണ് ദൈവമെന്ന് എല്ലാവരും അറിയാം. അങ്ങയുടെ ദാസന് ശക്തി തരണമേ. യഹോവേ, സാംസൺ ഇതാണ് ഞങ്ങളുടെ ദേവൻ ദാഗോൻ. ദാഗോനെത്തിക്ക് അവൻ നിനക്ക് ശക്തി തരും. യഹോവേ, നിനക്ക് പരിഹാരമാണ്. ഞാൻ സഹിച്ചതിനാണ് വിധി. അങ്ങയുടെ നാമത്തിൽ മഹത്വമുണ്ടാകാൻ അങ്ങയുടെ ആത്മാവിനെ ശക്തി അയക്കണമേ. യഹോവേ, യഹോവേ, യഹോവേ. ജീവിതകാലത്തെ കൊന്നവരെക്കാളധികം അവൻ തന്നെ മരണത്തോട് കൊന്നു. ശക്തി നഷ്ടപ്പെട്ട സാംസൺ ജീവിത ക്ലേശങ്ങളെ പരിഹാരമായി സമർപ്പിച്ചപ്പോൾ വീണ്ടും ദൈവം അവനിൽ പ്രസാദിച്ചു. ദൈവത്തോടുള്ള ബന്ധം മുറിഞ്ഞപ്പോൾ ശക്തിയും സൗന്ദര്യവും പ്രേമവും കൈവിട്ട സാംസൺ തന്റെ ശിഷ്ടകാലത്തെ വേദനകൾ പരിഹാരമായി ദൈവത്തെ അർപ്പിച്ചു. അതവന് ദൈവപ്രീതിക്ക് കാരണമായി. നഷ്ടമായ ദൈവപ്രീതി തിരികെ ലഭിക്കുവാൻ നമുക്ക് വ്രതം പാലിച്ച് പരിഹാരം ചെയ്യാം. Thank you for the wonderful skit. All the students